ഹലോ എവരിവൺ, നിങ്ങൾ ഇനി കാണാൻ പോകുന്ന എന്തെന്നാൽ ലോകം മുഴുവൻ മയക്കുമരുന്ന് ദുരുപയോഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കെൻസിങ്ടൺ വഴിയുള്ള ഒരു ഡ്രൈവ് ത്രൂ ആണ്. ആരംഭത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പ്: മനസ്സിനെ വിഷമിപ്പിക്കാൻ ഇടയുള്ള പല കാഴ്ചകളുണ്ടാകാം. നല്ല മനോധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ തുടർന്നും കാണുക. ഒരു വ്യക്തിയെയോ ഒരു ജീവിതത്തെയോ താഴ്ത്തി കാണിക്കുവാനല്ല, മറിച്ച് തെറ്റായ തീരുമാനങ്ങളും തെറ്റായ വഴികളും എങ്ങനെ ജീവിതത്തെ നശിപ്പിക്കുമെന്നതിന് ഒരു തെളിവാണ്. ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും മയക്കുമരുന്നിൻ്റെ വഴിയിലേക്ക് പോകാതിരിക്കട്ടെ, അതാണ് ഈ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം. കൂടാതെ രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ പറയാം. ഒന്ന്, അമേരിക്ക മുഴുവൻ ഇങ്ങനെയാണെന്ന് കരുതരുത്. കെൻസിങ്ടൺ നല്ല ആളുകളും നല്ല ഒരുപാട് ബിസിനസ്സുകളും ഉള്ള സ്ഥലമാണ്. ഡ്രഗ് ദുരുപയോഗം കാണുന്നത് ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ്. ഈ വീഡിയോ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ട്, മയക്കുമരുന്ന് എവിടെയും ഏത് രാജ്യത്തും ഒരേ വിധം തന്നെ ജീവിതത്തിൽ നാശങ്ങൾ സൃഷ്ടിക്കും. ഈ ലോങ് വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. ഒരുപാട് നല്ല വോളിലെ പിക്ചേഴ്സും മൊറാൾസും നമുക്ക് ഈ യാത്രയിൽ ഉടനീളം കാണുവാൻ സാധിക്കും. കെൻസിങ്ടണിൻ്റെ ഉള്ളിലേക്ക് പോകുവാൻ നേരെയാണ് പോകേണ്ടതെങ്കിൽ തന്നെ നിങ്ങളെ ഒന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞത്. ഇവിടെ ഈ കാണുന്നത് ഒരു സമയത്ത് വളരെയധികം തിരക്ക് പിടിച്ചതും ഒരുപാട് നല്ല നല്ല ബിസിനസ്സുകൾ ഉണ്ടായിരുന്നതുമായ ഒരു സ്ഥലം ഇന്ന് ആളൊഴിഞ്ഞ് തിരക്കില്ലാതെ കിടക്കുന്നൊരവസ്ഥ. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് സ്ഥലകാല ബോധമില്ലാതെ നിൽക്കുന്ന ഒരുപാട് പേർ. ഇതൊക്കെ തന്നെയാകണം ഒരുപാട് ബിസിനസ്സുകൾ ഇവിടെ നിന്ന് പൂട്ടിപ്പോകുവാൻ, അതുപോലെ തന്നെ ആളുകളിലേക്ക് വരാതിരിക്കാനും ഉള്ള കാരണം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന അൽഗേനി ട്രെയിൻ സ്റ്റേഷനാണ്. നമ്മുടെ സിറ്റിയിലേക്ക് പോകുവാൻ വേണ്ടി ഒരുപാട് പേർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്റ്റേഷനാണിത്. വീണ്ടും നേരെ ഫ്രാങ്ക്ഫോർട്ടിലൂടെ കെൻസിങ്ടണിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. ഇതുപോലെ വീൽ ചെയറിലും അല്ലാതെയും ഡ്രഗ്സ് ഉപയോഗിച്ച് ബോധമില്ലാതെ ആളുകൾ റോഡിൻ്റെ സൈഡിലിരിക്കുന്ന കാഴ്ച വളരെയധികം മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കണ്ട സ്ത്രീ കണ്ടപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ഒരുപാട് ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണുവാൻ പോകുന്നതേ ഉള്ളൂ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു പാർക്കും അതുപോലെ തന്നെ ലൈബ്രറിയും ഒക്കെയാണ്. എന്നാൽ ഇന്ന് ഈ കാണുന്നത് പോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇത്. നമുക്ക് പോകേണ്ടിയിരുന്നത് നേരെയാണെങ്കിൽ തന്നെ ഈ പാർക്കിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതിന് ചുറ്റും നമ്മൾ ഡ്രൈവ് ചെയ്തിറങ്ങിയത്. അങ്ങനെ വീണ്ടും കെൻസിങ്ടണിലേക്ക് കയറി നമ്മുടെ യാത്ര തുടരുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിമനോഹരമായ ഒരു വോൾ പിക്ചർ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ അതേ ചോദ്യം തന്നെയാണ് എനിക്കുമുണ്ടായത്. എന്താണ് ഇവർക്കെല്ലാം പറ്റിയത്? ഇനി ഇവർക്കിതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ലേ?
ഇത്രയും നേരം ശ്രദ്ധിച്ചു കണ്ട നിങ്ങളിൽ പലർക്കുമുള്ള ചോദ്യമായിരിക്കാം, എന്താണ് ഈ തലയ്ക്ക് മുകളിൽ കാണുന്ന ബ്ലൂ കളറിലുള്ള പാലം പോലെ ഇരിക്കുന്ന സാധനം? അത് ഇവിടുത്തെ എൽ ട്രെയിൻ ഓടുന്ന ട്രെയിൻ ട്രാക്കാണ്. ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, ഇനി കാണാൻ പോകുന്ന ചില കാര്യങ്ങൾ ചിലർക്കെങ്കിലും മനസ്സിന് വിഷമം ഉളവാക്കുന്നതായിരിക്കും. വണ്ടി ഓടിക്കുന്നതിനിടയിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ഞെട്ടലോടെയാണ് സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഈ കാഴ്ച കണ്ടത്. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, വീൽ ചെയറിൽ അല്ലാതെയുമുള്ള 5-6 പേർ ഒരുമിച്ചിരുന്ന് ഡ്രഗ്സ് അടിച്ച് ബോധമില്ലാതെ കിടക്കുകയും നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണത്. എൻ്റെ അമ്മോ, ഒരു മനുഷ്യനാണ് ആ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കെൻസിംഗ്ടണിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും ഇതുപോലെ തണലും തിരക്കും ഒഴിഞ്ഞ സ്ഥലങ്ങൾ നോക്കി ആളുകൾ കൂട്ടം കൂടിയിരുന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാണുന്നതാണ് നമ്മളുടെ തലയ്ക്ക് മുകളിൽ കണ്ട ബ്ലൂ പാലത്തിലൂടെ പോകുന്ന എൽ ട്രെയിൻ. ഈ ട്രെയിനുകൾക്ക് അറിയാം നേരെ നമ്മുടെ സെൻട്രൽ സിറ്റിയിൽ ചെന്ന് ഇറങ്ങുവാൻ സാധിക്കും. നേരത്തെ 5-6 പേർ വീൽ ചെയറിലും അല്ലാതെയും കൂടി നിൽക്കുന്ന ഒരു കാഴ്ച. ആ കാഴ്ച എന്താണെന്ന് ഒന്നുകൂടെ ക്ലിയർ ആകാൻ വേണ്ടിയാണ് കറങ്ങി ഞാൻ ഒന്നുകൂടെ ഈ സ്ഥലത്ത് വീണ്ടും വന്നത്. ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ഭയാനകരമായ കാഴ്ച കാണുന്നത് ഇന്നാദ്യമായാണ്. ഞാൻ മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ കെൻസിംഗ്ടൺ എന്നും ഇങ്ങനെയായിരുന്നില്ല. ഈ കെൻസിംഗ്ടണിനും ഉണ്ടായിരുന്നു ഒരു നല്ല കാലം. ഒരു സമയത്ത് അമേരിക്കയുടെ തന്നെ ക്യാപിറ്റലായിരുന്ന ഫിലഡൽഫിയ സിറ്റിയുടെ ബാക്ക് ബോണായിരുന്നു ഈ കെൻസിംഗ്ടൺ. ഒരുപാട് ഫാക്ടറികളും അതുപോലെ തന്നെ ചർച്ചുകളും കമ്മ്യൂണിറ്റി ഹാളുകളും അതുപോലെ തന്നെ ബിസിനസ്സുകളും കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമാണ് കെൻസിംഗ്ടൺ. ആ കാലഘട്ടങ്ങളിൽ അയർലൻഡ്, പോളണ്ട്, ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വന്നിരുന്ന ഇമിഗ്രൻസ് സെറ്റിലായിരുന്ന ഒരു സ്ഥലമാണ് കെൻസിംഗ്ടൺ. കാർപ്പറ്റ്, അതുപോലെ തന്നെ തുണികൾ, ടൂൾസ്, എന്തിനേറെ കപ്പലുണ്ടാക്കുന്ന ഷിപ്പ് യാർഡ് വരെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കെൻസിംഗ്ടൺ. ഇത്രയധികം നല്ല കാര്യങ്ങൾ പറയാനുണ്ടായിരുന്ന കെൻസിംഗ്ടൺ എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറി എന്നല്ലേ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം. പറയാം എങ്ങനെയാണ് ആ നല്ല കെൻസിംഗ്ടൺ ഇത്ര മോശമായ അവസ്ഥയിലേക്ക് മാറിയത് എന്ന്. ഇങ്ങനെ വളഞ്ഞ് ഇപ്പോൾ വീഴും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ കാഴ്ച വളരെയധികം നമുക്കിവിടെ കാണാൻ സാധിക്കും. കാണുന്ന നമ്മൾ വിചാരിക്കും അവരിപ്പോൾ വീഴും, അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടാകുന്ന സാധനം താഴെ പോകുമെന്ന്. എന്നാൽ ഒരിക്കലുമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു വാൾ പിക്ചറാണിത്. അതുപോലെ തന്നെ ഒരുപാട് വിഷമവും. അതിലെഴുതിയിരിക്കുന്നത് സ്റ്റേ അപ്പ്, എന്നാൽ അതിൻ്റെ താഴെ നൂന്നു നിൽക്കുവാൻ കഴിയാതെ കുനിഞ്ഞു പോകുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ ഞാൻ കണ്ടു. അങ്ങനെ ഒരു സമയത്തെ പ്രതാപിയായിരുന്ന കെൻസിംഗ്ടൺ എന്താണ് പറ്റിയെന്ന് പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ തീർക്കാം. 1950കളിലും 80കളിലും ഒരുപാട് കമ്പനികൾ ഇവിടെ നിന്ന് പൂട്ടുകയും വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പേർക്ക് ജോലികൾ നഷ്ടപ്പെടുകയും ആളുകളും ഇവിടെ നിന്ന് കൂട്ടത്തോടെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുകയും ചെയ്തു. 1980കളിൽ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളും വസ്തുക്കളും കൂടിയതോടെ
അവിടേക്ക് ഡ്രഗ് ഡീലേഴ്സ് എത്തിത്തുടങ്ങി. അങ്ങനെ 2000-ൻ്റെ തുടക്കത്തിലെ ഓപ്പിയോയിഡ് ക്രൈസിസ് സമയത്ത് ഈസ്റ്റ് കോസ്റ്റിലെ തന്നെ ലാർജസ്റ്റ് ഓപ്പൺ എയർ ഡ്രഗ് മാർക്കറ്റായി മാറിക്കഴിഞ്ഞു കെൻസിങ്ടൺ. അവിടെ നിന്ന് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കെൻസിങ്ടണിൻ്റെ അധപ്പതനം. ഇവിടെ താമസിച്ചും അല്ലാതെ ഈ കെൻസിങ്ടണിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യർ ഇനിയും ബാക്കിയുണ്ട്. ഈ കെൻസിങ്ടൺ ഇവിടെയുള്ള മനുഷ്യരും രക്ഷപ്പെടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.